ഫ്രണ്ട്സ്, അപ്പം നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സ്ലറി ഉണ്ടാക്കിയതാണ്. അതെന്നാക്കെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൊന്നയില ഒരു 2-3-4 ഇതൾ, 2 കപ്പളത്തിൻ്റെ ഇല, അത് രണ്ടും കൈ കൊണ്ട് നന്നായി ഞെരടി വെള്ളത്തിലേക്കിട്ട് പിഴിഞ്ഞ് അപ്പം നല്ല പതയായിട്ട് വരുവേ. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മളതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കൈയും കൊണ്ട് ഞെരടണം. അതിന് ശേഷം നമ്മൾ എന്തേലും ഒരു ലിക്വിഡ്, ഏതേലും ഹാൻഡ് വാഷ് ആയാൽ മതി, നമ്മൾ കൈ കഴുകുന്നത്, അതും കൂടെ അതിനകത്ത് ശകലം ചേർത്തിട്ട് ഇങ്ങനെ നമ്മൾ കരിയാപ്പിൻ്റെയും തക്കാളിയുടെ ഒക്കെ ഇലയുടെ അടിയിലോട്ട് ഇങ്ങനെ നമ്മൾ ഇതിപ്പം വഴുതനയുടെ ഇലയിൽ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, ഒരുമാതിരി മുഞ്ഞ പോലെ വരും. അതും നമ്മുടെ വഴുതനയിൽ പിടിക്കുന്ന പുഴുക്കളും എല്ലാം നമുക്ക് നിഷ്പ്രയാസം ഈ ഒരു സ്ലറി ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ പറ്റും. മറക്കരുത്, കൊന്നയിലയ്ക്ക് മണമൊക്കെ ഉണ്ടെന്ന് ചിലർ വിചാരിക്കും കയ്യെ തുണുമ്പോൾ. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇത് കണ്ടോ ഗൈസ്, അടിച്ചതേ പ്രാണികൾ പറക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ, വഴുതനയിൽ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, അടിക്കുമ്പോഴേ ആ പ്രാണികൾ കണ്ടോ നമുക്ക് പറക്കുന്നത് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, പറന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളകയിലും അടിച്ചു കൊടുക്കാം, നമ്മുടെ തക്കാളിക്കായാലും അടിച്ചു കൊടുക്കാം. ഇലയുടെ അടിയിലോട്ട് കയറ്റി നമ്മൾ അടിക്കണമെങ്കിലേ ഉള്ളൂ ഇതിന്. കണ്ടോ, തക്കാളിയിൽ നിന്നൊക്കെ എന്ത് പ്രാണികളാണ് പറക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങളും ഇങ്ങനെ സ്ലറിയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് ഒന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.